കാത്തിരിപ്പ് അതൊരു കലയാണെങ്കിൽ ആ കലയിൽ ഡോക്ടറേറ്റ് എടുത്ത ഒരു കൂട്ടർ ഇവിടെയുണ്ട്. ഒരു ദശകത്തിലേറെയായി കൃത്യമായി പറഞ്ഞ കഴിഞ്ഞ 12 വർഷമായി ഒരേ ഒരു സ്വപ്നവും കണ്ട് ഒരേ ഒരു കസേരയും നോക്കി തപസ്സിരിക്കുന്ന ആ വിദ്വാൻമാർ വീണ്ടും വരികയാണ്. അതെ, നിങ്ങൾക്ക് ഇപ്പം തന്നെ ആളെ പിടികിട്ടിയിട്ടുണ്ടാവും. ഇത്തവണ ലക്ഷ്യം 2027 ഉത്തർപ്രദേശും 2029 ഡൽഹി സിംഹാസനവുമാണ്. കേൾക്കുമ്പോൾ വലിയൊരു ത്രില്ലിംഗ് സസ്പെൻസ് ഒക്കെ ആയി തോന്നാം. എന്നാൽ സംഭവം അതല്ല. കോൺഗ്രസിന്റെ പുതിയ ഉത്തർപ്രദേശ് ഇൻചാർജായ രാജേന്ദ്രപാൽ ഗൗതം ലക്നൌവിൽ വന്നിറങ്ങി കാച്ചു വിട്ട പുതിയൊരു പകൽക്കിനാവാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലെ ചിരി വരുന്ന. ട്വിസ്റ്റുകളും സസ്പെൻസുകളും നിറഞ്ഞ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്രയും വലിയൊരു കോമഡി ട്രാക്ക് അടുത്ത കാലത്തെങ്ങും ആരും ഇറക്കിയിട്ടില്ല. അതുകൊണ്ട് അറിയാതെ പോകരുത് എന്താണ് യു.പിയിൽ സംഭവിച്ചത്. രാഹുൽ ഗാന്ധിയെ വീണ്ടും ഭാവി പ്രധാനമന്ത്രിയാക്കാൻ ഇറങ്ങിത്തിരിച്ചവരുടെ അണിയറ കഥകൾ, അതാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം. നമുക്കൊന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. മാറ്റങ്ങളുടെ കാറ്റ് വീശുന്നു എന്ന് കോൺഗ്രസുകാർ അവകാശപ്പെടുന്ന ഉത്തർപ്രദേശിലേക്ക് കുറച്ച് ദിവസം മുമ്പാണ് പുതിയ ഇൻചാർജ് രാജേന്ദ്രപാൽ ഗൗതം വന്നിറങ്ങുന്നത്. ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേക്കേറിയ ഈ നേതാവ് യു.പിയിലെത്തിയ ഉടൻ തന്നെ അങ്ങ് പ്രഖ്യാപിച്ചു, 2027 ഞങ്ങൾ ഉത്തർപ്രദേശ് പിടിച്ചെടുക്കും, 2029 രാഹുൽ ഗാന്ധിയെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാക്കും. കേൾക്കാൻ നല്ല സുഖമുള്ള വരികളാണ്. രാജേന്ദ്രപാൽ ഗൗതമിൻ്റെ ഈ മാസ് ഡയലോഗ് കേട്ടപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഒന്ന് വാപൊളിച്ചു. എന്തൊരു ആത്മവിശ്വാസം, എന്തൊരു ദീർഘവീക്ഷണം. പക്ഷേ യാഥാർത്ഥ്യത്തിൻ്റെ മണ്ണിലേക്ക് വരുമ്പോഴാണ് ഈ പ്രഖ്യാപനത്തിൻ്റെ പിന്നിലെ യഥാർത്ഥ കോമഡി നമുക്ക് മനസ്സിലാകുന്നത്. 80 ലോക്സഭാ സീറ്റുകളിലുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിൽ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി കോൺഗ്രസ് എവിടെയാണ് നിൽക്കുന്നത് എന്ന് ഈ നേതാവിന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തിരുന്നുവെങ്കിൽ നന്നായി പോയേനെ. കൂടാതെ അവിടുത്തെ സാധാരണക്കാരോട് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ എന്ന് കാണിച്ചു കൊടുക്കുക. അവർക്ക് പേര് പോലും അറിയില്ല. കഴിഞ്ഞ കുറച്ചു കാലമായി പപ്പു എന്ന വെളിപ്പേരിൽ നിന്നും രക്ഷപ്പെടാൻ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ PR ടീമും ചെയ്യാത്ത സർക്കസുകളൊന്നുമില്ല. ഭാരത് ജോഡോ യാത്ര നടത്തി, താടി വളർത്തി, സാധാരണക്കാരുടെ കൂടെ ഇരുന്ന് ചായ കുടിച്ചു. അങ്ങനെ ഇമേജ് മാറ്റാൻ നോക്കുമ്പോഴാണ് പാർട്ടിയിലെ തന്നെ ചില നേതാക്കൾ ഇതുപോലത്തെ വലിയ വലിയ വള്ളിക്കലപ്പുകളും കൊണ്ടുവരുന്നത്. ഒരു ദശകത്തിലേറെയായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നിത്യഹരിത ഭാവി പ്രധാനമന്ത്രിയായി തുടരുന്ന രാഹുൽ ഗാന്ധിയെ വീണ്ടും അതേ കസേരയിലേക്ക് കെട്ടിയിറക്കാൻ നോക്കുന്ന കോൺഗ്രസിൻ്റെ ഈ ഒരു പകൽക്കിനാവിന് എത്രത്തോളം ആയുസുണ്ട്? ഇങ്ങനെ ആ മനുഷ്യന് ട്രോള് മേടിച്ച് കൊടുക്കാതെ നമുക്ക് യു.പിയിലെ കോൺഗ്രസിൻ്റെ യഥാർത്ഥ അവസ്ഥയിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. രാജേന്ദ്രപാൽ ഗൗതം പറയുന്നത് പോലെ 2027 കോൺഗ്രസ് യു.പി പിടിച്ചെടുക്കുമോ? ആദ്യം അതിന് അവിടുന്ന് നമ്മുടെ സ്വന്തം യോഗിയെ ഓടിക്കണം. നമുക്ക് കണക്കുകളൊന്ന് പരിശോധിക്കാം. 2022 ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഓർമ്മയുണ്ടോ? പ്രിയങ്ക ഗാന്ധി വദ്ര നേരിട്ടിറങ്ങി ലഡ്കി സക്തി ഹും, ഞാൻ പെണ്ണാണ്, എനിക്ക് പോരാടാൻ കഴിയും എന്ന വലിയ മുദ്രാവാക്യവുമായി നയിച്ച തിരഞ്ഞെടുപ്പ്. ഫലം വന്നപ്പോൾ എന്തായി? ആകെയുള്ള 403 സീറ്റുകളിൽ കോൺഗ്രസിന് കിട്ടിയത് വെറും വിരലിലെണ്ണാവുന്ന സീറ്റുകൾ. വോട്ട് വിഹിതമാകട്ടെ വെറും 2.33%. ഒരു ദേശീയ പാർട്ടിക്ക് കിട്ടിയ നാണം കെട്ട തോൽവിയായിരുന്നു അത്. അവിടെ നിന്നാണ് ഈ പുതിയ നേതാവ് വന്ന് പറയുന്നത് 2027 കോൺഗ്രസ് യു.പി ഭരിക്കുമെന്ന്. യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിലുള്ള BJPയും അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടിയും ശക്തമായി നിൽക്കുന്ന യു.പിയിൽ സ്വന്തമായി ഒരു അടിത്തറ പോലും ഇല്ലാത്ത കോൺഗ്രസ് എങ്ങനെ അധികാരം പിടിക്കും? അത് ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ സസ്പെൻസാണ്. അതിനുവേണ്ടി ഇനി അവർ യഥാർത്ഥ വോട്ട് ചോരി ഇറക്കേണ്ടി വരും. സത്യത്തിൽ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് യു.പിയിൽ 6 സീറ്റുകൾ കിട്ടിയിട്ട് അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടിയുമായി ഉണ്ടാക്കിയ സഖ്യത്തിൻ്റെ ഇന്ത്യ മുന്നണിയുടെ ബലത്തിലാണ്, അല്ലാതെ കോൺഗ്രസിൻ്റെ സ്വന്തം സ്വാധീനം കൊണ്ടല്ല. കോൺഗ്രസിനെ അവിടെ ആർക്കും അറിയ പോലുമില്ല. എന്നാൽ ഈ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ടാണ് പുതിയ ഇൻചാർജിൻ്റെ ഈ അട്ടഹാസം. തൻ്റെ പ്രസംഗത്തിൽ രാജേന്ദ്രപാൽ ഗൗതം മറ്റൊരു വലിയ അവകാശവാദം കൂടി ഉന്നയിക്കുകയുണ്ടായി. ഡോക്ടർ B.R. അംബേദ്കറും കോൺഗ്രസും തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിരുന്നില്ല എന്നും അവർ പരസ്പര പൂരകങ്ങളായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം വലിയ വായിൽ തട്ടിവിട്ടത്. അംബേദ്കറെ കോൺഗ്രസ് ആദ്യത്തെ നിയമമന്ത്രിയാക്കിയത് അതുകൊണ്ടാണത്രേ. എന്തൊരു ചരിത്രബോധം! ചരിത്രത്തെ ഇങ്ങനെ വളച്ചൊടിക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് പ്രത്യേക കഴിവാണ്. അക്കാര്യത്തിൽ ഞാൻ നിങ്ങളെ സമ്മതിച്ചു. യഥാർത്ഥ ചരിത്രം എന്ന് നമുക്ക് പരിശോധിക്കാം. ഡോക്ടർ B.R. അംബേദ്കർ തൻ്റെ ജീവിതകാലം മുഴുവൻ ശക്തമായി എതിർത്തത് കോൺഗ്രസിൻ്റെ നയങ്ങളെ മാത്രമായിരുന്നു. കോൺഗ്രസിനെ ഒരു കരിപുരണ്ട വീട് എന്നാണ് അദ്ദേഹം പരസ്യമായി തന്നെ വിശേഷിപ്പിച്ചത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രിയായി അംബേദ്കർ നിയമിതനായത് കോൺഗ്രസിനോടുള്ള താല്പര്യം കൊണ്ടേയല്ല,
മറിച്ച് അക്കാലത്തെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം കൊണ്ടും ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരവും മാത്രമായിരുന്നു. പിന്നീട് കോൺഗ്രസ് സർക്കാരുമായിട്ടുള്ള കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് 1951 അംബേദ്കർ നെഹ്റു മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച് പുറത്തു പോവുകയാണ് ഉണ്ടായത്. അത്രയും ക്രൂരമായി അംബേദ്കറെ രാഷ്ട്രീയമായി ഒതുക്കാൻ നോക്കിയ കോൺഗ്രസ് ഇന്ന് UPയിലെ ദളിത് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് അംബേദ്കറെ സ്വന്തമാക്കാൻ നോക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്തമല്ലെങ്കിൽ പിന്നെ എന്താണ്? ദളിത് വോട്ടുകൾ മായാവതിയുടെ BSPയിൽ നിന്നും അഖിലേഷിൻ്റെ പാർട്ടിയിലേക്കും BJPയിലേക്കും മാറിയ സാഹചര്യത്തിൽ ആ വോട്ടുകളിൽ കുറച്ചെങ്കിലും തങ്ങളുടെ പെട്ടിയിലേക്ക് എങ്ങനെയെങ്കിലും ആക്കാനുള്ള ഒരു വില കുറഞ്ഞ തന്ത്രം മാത്രമാണ് ഈ ഒരു അംബേദ്കർ സ്തുതി. ഇനി നമുക്ക് ആ പ്രധാന കാര്യത്തിലേക്ക് വരാം. രാഹുൽ ഗാന്ധിയെ 2029 പ്രധാനമന്ത്രിയാക്കൽ ആത്മവിശ്വാസം സൂപ്പർ. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് മുതൽ നമ്മൾ കേൾക്കുന്ന ഒരേ പല്ലവിയാണിത്. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും കോൺഗ്രസ്സുകാർ പറയും ഇത്തവണ രാഹുൽജി വരും, പ്രധാനമന്ത്രിയാകും. 2014 കഴിഞ്ഞു, 19 കഴിഞ്ഞു, 24 കഴിഞ്ഞു. ഇപ്പോഴും രാഹുൽ ഗാന്ധി പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവായി തുടരുകയാണ്. ഉറങ്ങുന്ന പ്രതിപക്ഷം. ഏകദേശം 12 വർഷമായി ഒരു നേതാവിനെ പ്രധാനമന്ത്രി കസേരയിൽ ഇരുത്താൻ വേണ്ടി ഒരു പാർട്ടി മുഴുവൻ ഇങ്ങനെ കാത്തിരുന്ന് വേഴാമ്പലിനെ പോലെ ഇങ്ങനെ മേപ്പോട്ട് നോക്കിയിരിക്കുന്നത് ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും. ഓരോ തവണ തോക്കുമ്പോഴും പുതിയ ഇമേജ് ബിൽഡിങ്ങുമായി വരും. ജനങ്ങൾ വീണ്ടും ദർശിക്കുമ്പോഴും കോൺഗ്രസ് നേതാക്കൾ വീണ്ടും തങ്ങളുടെ പകൽക്കിനാവുകളിൽ നിന്നും ഇങ്ങനെ ഉണരാൻ തയ്യാറാകുന്നില്ല. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ജനങ്ങളുടെ താല്പര്യത്തെയെങ്കിലും ഒന്ന് മാനിക്കൂ. നിങ്ങൾക്ക് ഇനി അതിനുള്ള യോഗമില്ല. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായ ശേഷം രാഹുൽ ഗാന്ധി കുറച്ചുകൂടി ഗൗരവമുള്ള രാഷ്ട്രീയക്കാരനായി മാറി എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇങ്ങനെ ഇടയിലാണ് UPയിലെ ഈ പുതിയ നേതാവ് വന്ന് വീണ്ടും പഴയ പപ്പു ട്രോളുകൾക്ക് വഴിമരുന്നിട്ട് കൊടുക്കുന്നത്. സ്വന്തം മണ്ഡലമായ അമേഠിയിൽ പോലും തോറ്റ് ഒടുവിൽ വയനാട്ടിലും റായ്ബറേലിയിലും അഭയം തേടേണ്ടി വന്നൊരു നേതാവിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഇവർ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം പിടിച്ചെടുക്കാൻ പോകുന്നത് എന്ന് എല്ലാവരും ഓർക്കണം. ഏത് കുറ്റിച്ചൂലിനെ കൊണ്ട് നിർത്തിയാലും ജയിക്കുന്ന വയനാട്ടിലാണ് കുറ്റിച്ചൂലായി പപ്പു ഇറങ്ങിയത്. എന്തായാലും രാജേന്ദ്രപാൽ ഗൗതമിനും കോൺഗ്രസിനും സ്വപ്നം കാണാം. അതിന് യാതൊരു അതിർത്തിയോ അതിന് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളുമില്ല. ഉത്തർപ്രദേശിലെ ജനങ്ങൾ ഇന്ന് ചിന്തിക്കുന്നത് വികസനത്തെക്കുറിച്ചും ക്രമസമാധാനത്തെക്കുറിച്ചും ഭരണസ്ഥിരതയെക്കുറിച്ചുമാണ്. അവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയവും പഴയ പൊള്ളയായ വാഗ്ദാനങ്ങളും ഇനി എത്രത്തോളം വിലപ്പോകുമെന്ന് നമുക്ക് 2027 കണ്ടറിയാം. UP തിരഞ്ഞെടുപ്പും നമ്മുടെ പൊതുതെരഞ്ഞെടുപ്പിലും ലോക്സഭാ പൊതുതെരഞ്ഞെടുപ്പിലും ഒക്കെ വരാനിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ചവറ്റുകൊട്ടയിൽ എറിയുന്ന ജനങ്ങളുടെ ആ ഒരു കാഴ്ചയാണ്. രാഹുലിൻ്റെ ഭാവി പ്രധാനമന്ത്രി എന്ന സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കട്ടെ. അതുവരെ നമുക്ക് കോൺഗ്രസിൻ്റെ ഈ പകൽ കിനാവുകൾ കണ്ട് ആസ്വദിക്കാം, ചിരിക്കാം. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.